അതിൽ ഒതുക്കാനാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല എന്ത് പറഞ്ഞു? താടി നീ വടിച്ചേക്കല്ല കേട്ടോ, ചുരുങ്ങിയ പക്ഷം നുള്ളിയാലെങ്കിലും കിട്ടണം കേട്ടോ, അല്ലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞു. എല്ലാ ഇമാമികളും അങ്ങനെ പറഞ്ഞു, ചുരുങ്ങിയ പക്ഷം നുള്ളിയാലെങ്കിലും കിട്ടണം കേട്ടോ. എന്നുവെച്ചാൽ പഠിച്ചവൻ എന്ന് ശരീഅത്തിൽ നിന്റെ പേര് വരാൻ പാടില്ല. കാരണം നീ ശരീഅത്തിന്റെ ആ വിഷയത്തിൽ ശരീഅത്തിന് വെളിയിലാവും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നുള്ളിയാലെങ്കിലും കിട്ടണം. എന്നുവെച്ചാൽ അർത്ഥം നമ്മളെല്ലാം നുള്ളിയാക്കിട്ട് താടി വെക്കണമെന്നാണ് അർത്ഥം. താടി വെക്കണത് എങ്ങനെയാണ്? നിങ്ങൾ താടിയെ സമൃദ്ധിയായിട്ട് വളർത്തിയേക്കണം. അത് തഖ്വ, അതാണ് വളർത്തിയേക്കേണ്ടത്. അത് കബൂലാകേണ്ടമല്. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ശരീരത്തിന് വെളിയിലേക്ക് പോകാതെ ഉമ്മത്തിനെ ഒന്നൊത്തു. അവരെല്ലാം ലക്ഷ്യം എന്താ? എല്ലാവരും സ്വർഗത്തിൽ, നമ്മളെല്ലാം പൊതുക്കി ഒരു സ്വർഗം നിറവാക്കിയത്. അവരുടെ ലക്ഷ്യം കംപ്ലീറ്റ് സ്വർഗത്തിലേക്ക് പോകാം, കംപ്ലീറ്റ് സ്വർഗത്തിലേക്ക് പോകും. യോഗ്യത ഇല്ലാത്തവർ സ്വർഗത്തിലേക്ക് പോകും മൗലവി സാഹിബ്. അതെ, യോഗ്യത ഇല്ലാത്തവരായാലും